നമസ്കാരം. കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബി ഉണ്ണികൃഷ്ണൻ നടൻ ബിജു മേനോനെതിരെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. ബിജു മേനോന്റെ പേരെടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ വിമർശനം പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജു മേനോൻ അഭിനയിച്ച ഒരു പടത്തിന്റെ ഒരു പ്രൊമോഷൻ പരിപാടിക്കും അദ്ദേഹം എത്തിയില്ല എന്നും അതിന്റെ പേരിൽ നിർമ്മാതാവായിട്ടുള്ള അനൂപ് കണ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഏകദേശം 25 ലക്ഷത്തോളം രൂപ നഷ്ടം സംഭവിച്ചു എന്നുമാണ് ബി ഉണ്ണികൃഷ്ണൻ ആ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞത്. അതായത് ഒരു നടൻ ആ സിനിമയുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പിടുന്ന സമയത്ത് സിനിമയുടെ എല്ലാവിധ പ്രമോഷൻ പരിപാടിക്കും എത്താമെന്ന് കൂടി ആ കരാറിൽ പറയുന്നുണ്ടെന്നും ഇതിന്റെ കൂടി രൂപ കണക്കാക്കിയിട്ടാണ് നടൻ നിർമ്മാതാവിൽ നിന്ന് വാങ്ങുന്നതുമെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത്. എന്നാൽ ബിജു മേനോൻ ഇത്തരത്തിൽ കരാർ ഒപ്പിടുകയും ക്യാഷ് എണ്ണി വാങ്ങുകയും ചെയ്തിട്ടും സിനിമ റിലീസ് ആകുന്നതിന് മുമ്പുള്ള ഒരു തരത്തിലുള്ള പ്രമോഷൻ പരിപാടിക്കും ബിജു മേനോൻ എത്തിയില്ലെന്നും അദ്ദേഹത്തെ ഒരുപാട് തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്നുമാണ് ബി ഉണ്ണികൃഷ്ണൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇതിന്റെ ഭാഗമായിട്ട് നിർമ്മാതാവായിട്ടുള്ള അനൂപ് കണ്ണൻ അടുത്തുള്ള ഒരു സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും കൂടാതെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അപ്പം അടുത്തതായിട്ട് ബിജു മേനോൻ അഭിനയിക്കുന്ന ലെസ്റ്റിൻ സ്റ്റീഫന്റെ പടത്തിൽ നിന്ന് അദ്ദേഹത്തിന്, അതായത് അനൂപ് കണ്ണന് നഷ്ടമായിട്ടുള്ള 25 ലക്ഷം രൂപ ബിജു മേനോന്റെ സാലറിയിൽ നിന്ന് പിടിച്ചിട്ട് കൊടുക്കാമെന്നാണ് ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബിജു മേനോൻ ഈ അടുത്ത് ചെയ്തിട്ടുള്ള വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന ചിത്രത്തിലും ബിജു മേനോൻ ഒരു തരത്തിലുള്ള പ്രൊമോഷൻ പരിപാടിക്കും പങ്കെടുത്തില്ല എന്ന് ഈ ഒരു പത്രസമ്മേളനത്തിൽ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു വാർത്തയുടെ നിജസ്ഥിതി ഒന്ന് പരിശോധിക്കാം. സിനിമയുടെ പ്രമോഷനിൽ നിന്ന് പ്രമുഖ താരങ്ങൾ വിട്ടുനിൽക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ഉണ്ണികൃഷ്ണൻ. കരാറിൽ ഒപ്പിട്ട ശേഷം പ്രമോഷന് വരാതിരിക്കുന്നത് നിർമ്മാതാക്കൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുവെന്നും നടൻ ബിജു മേനോന്റെ നിസ്സഹകരണം മൂലം ഒരു നിർമ്മാതാവിന് 25 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഫെബ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പുതുക്കിയ സേവന കരാർ ഒപ്പിട്ട ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാള സിനിമയിലെ ഒരു പ്രധാന നടൻ പ്രമോഷന് ചെല്ലാത്തതുകൊണ്ട് ഒരു നിർമ്മാതാവിന് അദ്ദേഹം സംവിധായകൻ കൂടെയാണ്, ഞങ്ങളുടെ മെമ്പറുമാണ്. 25 ലക്ഷം രൂപയോളമാണ് അദ്ദേഹത്തിന് നഷ്ടമുണ്ടായത്. ഇത് ചെറിയൊരു തുകയാണോ? അതേ നടൻ ഇപ്പോൾ ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമകളുടെ പ്രമോഷനും പോയിട്ടില്ല. ഞാൻ ബിജു മേനോനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് പേര് പറയാൻ മടിയൊന്നുമില്ല. പ്രമോഷൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കരാറിലുള്ളതല്ലേ? ഞാൻ പറയുന്നത് ഞങ്ങളോട് വേതന വ്യവസ്ഥയിൽ തർക്കിക്കുന്നതിന്റെ 10% കാർക്കശ്യം അവിടെ കാണിക്കൂ എന്നാണ്. സിനിമ പ്രൊമോട്ട് ചെയ്യാനുള്ള ബാധ്യത എനിക്കാണെന്ന് കരാറിൽ ഒപ്പിടുക, എന്നിട്ട് പോകാതിരിക്കുക. അതിന്റെ മുകളിൽ ആ നിർമ്മാതാവിന് 25 ലക്ഷം രൂപ നഷ്ടം വരിക. ഇപ്പോൾ വന്ന സിനിമയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. സിനിമകളുടെ ചിത്രീകരണം നീണ്ടുപോകുന്നതിനുള്ള പ്രധാന കാരണം അഭിനേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളാണെന്ന് ബി ഉണ്ണികൃഷ്ണൻ വിമർശിച്ചു. പുതിയ സേവന വേതന കരാറിലൂടെ ഇതിന് മാറ്റം വരാം. 1 ലക്ഷത്തിന് മുകളിൽ ശമ്പളം വാങ്ങുന്ന എല്ലാ അഭിനേതാക്കളും കരാറിന്റെ ഭാഗം ആകണമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മാതാവ്, സംവിധായകൻ, പ്രൊഡക്ഷൻ കൺട്രോളർ, നടീനടന്മാർ എന്നിവർ ചേർന്നുള്ള പുതിയ കരാർ ഉടൻ വരും. സമയബന്ധിതമായി ഷൂട്ടിംഗ് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ഷൂട്ടിംഗ് നീണ്ടുപോകാൻ കാരണം അഭിനേതാക്കളാണ്. 10% പോലും ടെക്നീഷ്യന്മാരുടെ പ്രശ്നമില്ല. 16 മണിക്കൂർ ഷൂട്ടിംഗ് കാൾ ഷീറ്റ് എന്നത് 12 മണിക്കൂറാക്കി ചുരുക്കിയിട്ടുണ്ട്. അധിക സമയത്തിന് ഓവർ ടൈം അനുവദിക്കും. വേതന വ്യവസ്ഥയിൽ തീരുമാനം പിന്നീടുണ്ടാകുമെന്നും ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. ബിജു മേനോൻ, ജോജു ജോർജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വലതുവശത്തെ കള്ളൻ. സിനിമയുടെ വാർത്താ സമ്മേളനത്തിലല്ലാതെ അഭിമുഖങ്ങളിൽ ബിജു മേനോൻ ഭാഗമായിരുന്നില്ല. ഇത് നേരത്തെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. പി ഉണ്ണികൃഷ്ണൻ ഉന്നയിച്ച പരാതിയിൽ ഇതുവരെയും ബിജു മേനോന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അതേസമയം നിർമ്മാതാവ് അനൂപ് കണ്ണൻ ബിജു മേനോനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. താൻ നിർമ്മിച്ച നടന്ന സംഭവം എന്ന സിനിമയുടെ പ്രമോഷന് ബിജു മേനോൻ എത്തിയില്ലെന്നും ഇതുമൂലം തനിക്ക് 25 ലക്ഷത്തിലേറെ നഷ്ടം സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്.